ഇന്ന് നമുക്ക് പുറത്ത് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഷവർമ അതേ രുചിയിൽ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഷവർമയിലോട്ടുള്ള ചിക്കൻ റെഡിയാക്കി വെക്കാം. അപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഗ്ലെസ് മയോണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പൊട്ടാറ്റോ വേണം, അതുപോലെ ഗാർലിക് വേണം. അപ്പോൾ ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ പുഴുങ്ങിയതാണിത്. അതിലേക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ലെമൺ സാൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ സാൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ കുറച്ച് സാൾട്ടും അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് മുട്ടയില്ലാത്ത മയണൈസാണ്, എഗ്ലെസ് മയണൈസാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ലൂസാക്കി അടിച്ചെടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഷവർമയിലേക്കുള്ള കുബൂസ് എടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിമെയ്ഡ് കുബൂസാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ കുബൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം, വെജിറ്റബിൾസ് ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തതായി ചേർക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെൻട്രലായിട്ട് വെജിറ്റബിൾസ് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുബൂസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യാം. 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറിനകത്ത് വെച്ചിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തെടുത്താൽ മതി.
ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഷവർമയുടെ റാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പുറത്ത് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്